ചിയാൻ വിക്രം എന്റെ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. കൂട്ടുകാരെ, അപ്പൊ ചിയാൻ വിക്രമിനുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. ചിയാൻ വിക്രം എന്ത് പരിപാടിയാണ് കാണിക്കണേ? നമ്മളീ പയ്യൻ തൃശ്ശൂര് തളിക്കുളത്തുള്ള ഹമീം എന്ന് പറയുന്ന പയ്യൻ നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു പൂക്കി വീഡിയോ. ആ വീഡിയോ റിയാക്ഷൻ ചെയ്ത് ഏകദേശം 4 കോടി ജനങ്ങൾ കണ്ട്. ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേരള പോലീസ് ചെയ്തിട്ടുണ്ട്, അവന് ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്തിട്ട്. ബാക്കി ആരുടെ വീഡിയോയും പുള്ളി റിമൂവ് ചെയ്യിച്ചിട്ടില്ല. എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് പുള്ളി സ്റ്റോറി ഇട്ടുണ്ട്. ഹമീമിന്റെ വീഡിയോ മാത്രം പുള്ളി റിമൂവ് ചെയ്യിച്ചു. ചിലപ്പോ അത് 4 കോടി ജനങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ. എന്താണ് ശരിക്കും സംഭവം ഉണ്ടായത്? അല്ല, വീഡിയോ പിറ്റേ ദിവസം തന്നെ എനിക്ക് കോൾ വന്നു. PRO ആണെന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ നമ്പർ വാങ്ങിച്ചു, എന്നെ വിളിച്ചു. കോൺഫറൻസ് കോൾ ആയിരുന്നു. കേരളത്തിലെ വിക്രം ഫാൻസ് അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. കോൾ എന്നോട് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ പറയലും, ഞാൻ റീസൺ ചോദിച്ചപ്പോ പറഞ്ഞ വീഡിയോ വൾഗറാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു വീഡിയോക്ക് ഒരു കുഴപ്പമില്ലല്ലോ, വൾഗറായിട്ട് ഒരു എലമെന്റ് കയറ്റിയിട്ടില്ല. പിന്നെ മാത്രമല്ല ധ്രുവ് വിക്രം ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞ സമയത്ത് അവരാ ലൈക്ക് റിമൂവ് ചെയ്ത് ധ്രുവ് വിക്രമിന്റെ. രണ്ടാമത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ധ്രുവ് വിക്രമിനോടാണ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഡിലീറ്റ് ചെയ്യുന്ന. അപ്പൊ ഞാന് സമ്മതിച്ചില്ല. കാരണം ഞാൻ എന്റെ കൂട്ടുകാർ ഫിലിമിൽ ഓൾറെഡി വർക്ക് ചെയ്ത എനിക്ക് ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ചു വെച്ചപ്പോ അവർ പറഞ്ഞു വിക്രമിന് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇത് വെറുതെ ഈ PROയും ഫാൻസും ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കും. വിക്രം ഒരു കൂൾ പേഴ്സൺ ആണ്, ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയില്ല. അപ്പൊ ഞാനും അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ അവര് പറഞ്ഞ പോലെ ഇപ്പൊ ചെയ്തു, എന്റെ വീഡിയോ റിമൂവ് ചെയ്തു. ഈ റിപ്പോർട്ട് അടിച്ചത് ഏത് അക്കൗണ്ടിൽ നിന്നാണ്? മെയിൽ ടു ചിയാൻ എന്ന് പറഞ്ഞ ചിയാന്റെ തന്നെ വിക്രമിന്റെ ഭീഷണി എങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്? അവരാദ്യം പറഞ്ഞത് അവർക്ക് അവരുടേതായ രീതി അറിയാം വീഡിയോ റിമൂവ് ചെയ്യാൻ. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ റിമൂവ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വിക്രമിനെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിക്രമിനെ കാണിച്ചു തരുന്ന ആ മൊമെന്റിൽ ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ ഡിലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവര് പിന്നെയും പറഞ്ഞു എന്നാ നീ നിന്റെ രീതിക്ക് ചെയ്തോ, ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞു. വീഡിയോ റിമൂവ് ചെയ്തു. അപ്പൊ ചിയാൻ വിക്രം, നിങ്ങളും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സിനിമയിൽ എത്തിയല്ലേ? നമ്മൾ ഇതൊക്കെ പോലെ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട് നാളെ എവിടെയെങ്കിലും ഒക്കെ എത്തുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ അത് വിചാരിച്ച് നിങ്ങൾ എന്താണ് ഡിലീറ്റ് ചെയ്യണം? അതിൽ എന്താണ് ഒരു മോശം കണ്ടന്റ് ഉള്ളത്? എല്ലാവർക്കും ചിരിക്കാൻ മാത്രമുള്ള കണ്ടന്റ്. ഈ സെയിം കണ്ടന്റ് കോപ്പി അടിച്ചിട്ട് ഇഷ്ടം പോലെ പേര് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വല്ല ടീം ഉണ്ടാവും. അങ്ങനെയാണല്ലോ, സെലിബ്രിറ്റീസിന്റെ അക്കൗണ്ട് ഒക്കെ മാനേജ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ടീം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഹമീമിനെ നിങ്ങൾ പേടിക്കുന്നില്ലെങ്കിൽ, ഹമീമിന്റെ അക്കൗണ്ട് നിങ്ങൾ പേടിക്കുന്നില്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ റിപ്പോർട്ട് അടിച്ചത് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെല്ലാത്തിയാദിയാണെന്ന് കേരളം മൊത്തം പറയും.